ഏറ്റവും എളുപ്പത്തിൽ തുടക്കക്കാർക്ക് ഫൗണ്ടേഷനോ കൺസീലറോ ഒന്നുമില്ലാതെ ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആൻഡ് അടിപൊളിയായിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്കാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് വെൽക്കം ടു ദ ഫാമിലി. എല്ലാവർക്കും വീഡിയോ ഉറപ്പായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറന്നു പോവല്ലേ. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ഞാൻ ലിപ്സ്റ്റിക്ക് കുറച്ച് ഇട്ടിട്ടുണ്ട്. അത് നമ്മുടെ ക്യാമറയ്ക്ക് ഒരു ഇതൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് ഇട്ടത്. കുറച്ച് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഒരു ന്യൂഡ് ഷെയ്ഡാണ്. ഇനി അടുത്തതായിട്ട് നല്ല ക്ലീൻ ആയിട്ടുള്ള ഫേസിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ ഒരു സിറം ഉണ്ടാക്കുന്ന വീഡിയോ. അപ്പോൾ അതിലുണ്ടാക്കിയ സിറമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ ഫേവറേറ്റ് ആണ്. എനിക്ക് ഒത്തിരി ഇഷ്ടം. അടിപൊളിയാണ്. സൂപ്പർ റിസൾട്ടും തരുന്നുണ്ട്. സോ മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നേ ഈ ഒരു സിറം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം. അതിന് മുന്നേ ടോണറൊക്കെ ചെയ്ത് സാധാരണ സ്കിൻ കെയർ എങ്ങനെയാണോ ചെയ്യുന്നത് അത് ചെയ്യാം. അലോവേര ജെൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. പുറത്ത് പോകുന്നുണ്ടെങ്കിൽ സൺസ്ക്രീൻ യൂസ് ചെയ്യാം. ഇതൊക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോഴും നമ്മൾ കുറച്ച് ടൈം കൊടുക്കണം. ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോൾ കുറച്ച് ടൈം കൊടുത്തിട്ട് എല്ലാം ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഫേസ് ഇങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ രാവിലെയൊക്കെ ആണെങ്കിൽ ഒന്ന് ഡള്ളായിട്ട് ഉറക്കം തൂങ്ങിയ ഫേസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഈവനിങ് ആണെങ്കിൽ പോലും ചിലപ്പോൾ നമ്മളൊന്ന് ക്ഷീണമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മുഖത്തുനിന്ന് മാറി കിട്ടാനായിട്ട് ഈ ഒരു ഐഡിയ അടിപൊളിയായിട്ട് വർക്കാവും. സ്കിന്നിൽ പെട്ടെന്ന് ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ആയിട്ട് നല്ലൊരു ഗ്ലോ കൊണ്ടുവരാൻ സഹായിക്കും. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ലാക്മേയുടെ ടിൻറ്റഡ് ആയിട്ടുള്ള ഒരു പൗഡറാണ്. ഇത് നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കവറേജ് ഒക്കെ ചെറുതായിട്ട് തരുന്നുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ടച്ചപ്പ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമ്മുടെ സ്കിന്നിനൊരു ഗ്ലോ മാറ്റ് ഫിനിഷൊക്കെ തരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ടിൻറ്റഡ് ആയിട്ടുള്ള പൗഡർ യൂസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ഫ്രഷ്നെസ് നമ്മുടെ മുഖത്തിന് ഫീൽ ആവും. അതിന് നമ്മൾ ഫൗണ്ടേഷനോ അല്ലെങ്കിൽ കൺസീലറോ BB ക്രീമോ ഒന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പം പെട്ടെന്നൊന്ന് പുറത്ത് പോവുകയാണ്, ഡെയിലി യൂസിനൊക്കെ ആണെങ്കിൽ നമുക്കിതുപോലൊരു ടിൻറ്റഡ് പൗഡർ ഭയങ്കര നല്ലതാണ് കേട്ടോ. കാര്യം നമുക്ക് ഫൗണ്ടേഷൻ്റെ അത്ര കെമിക്കലോ ഒന്നുമില്ലല്ലോ. സോ നമുക്ക് ഈസി ആയിട്ട് എല്ലാ ദിവസവും ചെയ്യാൻ പറ്റുന്ന മേക്കപ്പിനൊക്കെ ഇത് അടിപൊളിയാണ്. പിന്നെ ഒത്തിരി മേക്കപ്പ് ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്കും ഇത് നല്ലതാണ്. ഇനി ഞാനൊരു കുഞ്ഞ് ഐബ്രോ പെൻസിൽ എടുത്തിട്ട് നന്നായിട്ട് ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓൾറെഡി ഞാൻ നന്നായിട്ട് ഷേപ്പ് ചെയ്താണ് വെച്ചിരിക്കുന്നത് ഐബ്രോസ്. അതൊന്ന് ഫില്ല് ചെയ്ത് മാത്രം എടുത്താൽ മതിയായിട്ടുണ്ടായിരുന്നു. സോ അതൊന്ന് ഫില്ല് ചെയ്തെടുക്കുകയാണ് ഞാൻ. പൊതുവേ ഐബ്രോ ത്രെഡ് ചെയ്യുന്നത് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഐബ്രോ ത്രെഡ് ചെയ്യുന്നത് അത്ര മസ്റ്റായിട്ടുള്ള കാര്യമൊന്നുമല്ല. നിങ്ങൾക്കൊരു ഫ്രഷ്നെസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം, നല്ലതാണ്. പാർട്ടി ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിലും ചെയ്യുമ്പോൾ ഒരു ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് സാധാരണ അങ്ങനെ ചെയ്യാത്തവരാണെങ്കിൽ ചെയ്യുമ്പോൾ ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു വ്യത്യാസം നമുക്ക് ഫീൽ ആവും കേട്ടോ. അപ്പോൾ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഡെയിലി ബേസിൽ നമുക്ക് ഐബ്രോസ് ഗ്യാപ്പുള്ള സ്ഥലം മാത്രം ഫില്ല് ചെയ്ത് നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ മതി. ഇനി അടുത്തതായിട്ട് ചെറിയൊരു തിളക്കം കൊണ്ടുവരാനായിട്ടാണ് ഞാൻ ഈ ഒരു ഐ ഷാഡോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. പൊതുവേ എനിക്ക് ഐ ഷാഡോ അപ്ലൈ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. അതുകൊണ്ട് ഞാൻ ഒരു ചെറിയ തിളക്കമുള്ള ഐ ഷാഡോ യൂസ് ചെയ്യാറുണ്ട്. എനിക്കാണെങ്കിൽ ഒരു തിളക്കം വേറെ ഒന്നും ചെയ്തില്ലെങ്കിലും ചെറിയൊരു തിളക്കം ഉണ്ടായിരിക്കുന്നത് ഡേ ടു ഡേ ലൈഫിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് ഞാനിങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് കാജൽ അപ്ലൈ ചെയ്യാനാണ് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ കാജലോ ഐലൈനറോ യൂസ് ചെയ്താൽ മതി. ഞാനിപ്പോൾ നന്നായിട്ട് നമ്മുടെ ഐ ഷാഡോ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു പീച്ച് ഷെയ്ഡാണ് എടുത്തത്. ചെറുതായിട്ടൊരു ഗ്ലിറ്ററുള്ള ഷെയ്ഡാണ്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് നമ്മുടെ സ്കിന്നിനൊരു വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു ലുക്ക് കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. കണ്ടോ, നല്ലൊരു ഷെയ്ഡ് വന്നില്ലേ. ഇനി അടുത്തതായിട്ട് കാജലൊന്നും ഞാൻ യൂസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഒരു ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് ഐലൈനർ പോലെ ഞാനിങ്ങനെ വരച്ചു കൊടുക്കും. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാര്യം എൻ്റെ കണ്ണെന്ന് പറഞ്ഞാൽ കുഞ്ഞു കണ്ണാണ്. അതുകൊണ്ട് തന്നെ വീണ്ടും ഐലൈനർ എഴുതുകയാണെന്നുണ്ടെങ്കിലോ ഐലൈനർ പിന്നെയും കുഴപ്പമില്ല കേട്ടോ. കാജൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ വീണ്ടും ചെറിയ കണ്ണായി തോന്നും. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ചെയ്യുന്ന ഒരു അടിപൊളി സംഭവമാണ് ഇതുപോലെ ഡാർക്ക് കളർ ഐ ഷാഡോ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. സൂപ്പറാണ് കേട്ടോ. എനിക്ക് നന്നായിട്ട് ഇഷ്ടമാവുന്നുണ്ട്. കണ്ണിനൊന്ന് വലിപ്പം വന്നതുപോലെ തോന്നിക്കും, ഒന്ന് വിടർന്നത് പോലെയൊക്കെ തോന്നിക്കും. ഇപ്പം ഞാൻ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവും. എനിക്ക് അത്രയും വാല് വേണ്ടാത്തത് കൊണ്ട് വാല് ഞാൻ കുറച്ച് മുറിച്ച് കളയാം. എൻ്റെ കോർണേഴ്സിൻ്റെ അവിടെയോ കണ്ണിൻ്റെ ഐലാഷിലോ ഒന്നും തന്നെ നമ്മൾ വാട്ടർ ലൈനിലൊന്നും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നില്ല. ജസ്റ്റ് ഐലാഷിൻ്റെ താഴെയായിട്ടാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇത് കണ്ണൊന്ന് വിടർന്ന് വരുന്നത് പോലെ തോന്നും. പിന്നെ മസ്കാര യൂസ് ചെയ്യുന്നില്ല. അതിന് പകരമായിട്ട് കൈ വെച്ച് തന്നെ കൺപീലി ഇങ്ങനെ കേൾ ചെയ്താണ് കൊടുക്കുന്നത്. അത്രയേ ഉള്ളൂ. ഇത് ഡേ ടു ഡേ ലൈഫിൽ
ഏറ്റവും അടിപൊളിയാണ്. നമുക്ക് കെമിക്കൽ പ്രോഡക്റ്റ്സ് ഒന്നും തന്നെ അധികം യൂസ് ചെയ്യാതെ ചെയ്യാൻ പറ്റുന്നതാണ്. ഇൻ കേസ് ഒരു തിളക്കമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ കുറച്ച് പൊടിക്കൈകൾ ചെയ്താൽ മതി. ഇനി നിങ്ങൾക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചൊന്ന് വർക്ക് ചെയ്തിട്ടുണ്ടെന്നും മേക്കപ്പ് ചെയ്തിട്ടുണ്ടെന്നും തോന്നും. ഒരു ഫ്രഷ്നെസ്സും അതുപോലെ തന്നെ ഒരു തിളക്കമൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ നമ്മളധികം പ്രോഡക്റ്റ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. വളരെ സിമ്പിളായിട്ടുള്ള ലുക്കാണ്. അപ്പോൾ ഞാൻ സെയിം ഐഷാഡോ പാലറ്റിൽ നിന്ന് പീച്ച് ഷെയ്ഡ് തന്നെ എടുത്തിട്ട് കവിളിൻ്റെ അവിടെ അപ്ലൈ ചെയ്ത് കൊടുത്തു. പിങ്ക് ഷെയ്ഡ് എടുത്ത് മൂക്കിൻ്റെ അവിടെയൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇത് ഇങ്ങനെ എടുത്ത് നിൽക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ആ ബ്രഷ് മാത്രം പൗഡർ അപ്ലൈ ചെയ്ത് കൊടുത്തില്ലേ, ആ ബ്രഷ് വെച്ച് ഒന്ന് കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് സട്ടിലായി നമ്മുടെ സ്കിന്നുമായിട്ട് അങ്ങ് ചേർന്ന് പൊക്കോളും. നമ്മൾ എക്സ്ട്രാ ഒന്നും ചെയ്തതായിട്ട് തോന്നില്ല. ഇനി അടുത്തതായിട്ട് ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ ലിപ്പ് ലൈനർ യൂസ് ചെയ്ത് ഞാനൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. സ്വിസ് ബ്യൂട്ടിയുടെ ലിപ്പ് ലൈനറാണ് യൂസ് ചെയ്യുന്നത്. വരച്ച് കൊടുത്തൊന്ന് ഷേപ്പാക്കിയതിന് ശേഷമാണ് ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇത് ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചെയ്യാം. ലിപ്പ് ലൈനർ പൊതുവേ ആൾക്കാരിപ്പം ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട്. പണ്ടൊക്കെ യൂസ് ചെയ്യായിരുന്നു, ഇടയ്ക്ക് ആരും യൂസ് ചെയ്യാതിരിക്കുമായിരുന്നു. ഇപ്പോൾ ഒരുപാട് പേര് വീണ്ടും യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ എനിക്കും ആഗ്രഹമായിട്ട് ഞാൻ വാങ്ങിയതാണ്. എനിക്ക് ചെറിയ ചുണ്ടാണ്, കുറച്ച് ചെറുതാണ്, ഒത്തിരി ചെറുതല്ല. അതുകൊണ്ട് തന്നെ ലിപ്പ് ലൈനർ നന്നായിരിക്കും തോന്നി. മെയിനായിട്ട് നമ്മൾ ന്യൂഡ് ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നതുണ്ടെങ്കിൽ ലിപ്പ് ലൈനർ യൂസ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വാഷ് ഔട്ട് ആവത്തില്ല. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞാൽ മാർസിൻ്റെ ഖൂബ്സൂരത് കുച്ചിപ്പുടി എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്. ഒരുവിധം എല്ലാ സ്കിൻ ടൈപ്പിനും ചേരും. നിങ്ങൾക്കിപ്പോൾ കുറച്ച് പിഗ്മെൻറ്റഡ് ലിപ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ലിപ്പ് ലൈനർ യൂസ് ചെയ്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വാഷ് ഔട്ട് ആവത്തില്ല. അങ്ങനെയാണ് പൊതുവെ അറിയാൻ കഴിഞ്ഞത്. എനിക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ തോന്നിയത്. ഇനി അടുത്തതായിട്ട് ഐലൈനർ വെച്ച് ചെറുതായിട്ടൊന്ന് പൊട്ടിട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷെ പച്ച ചുരിദാർ ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഈ പൊട്ട് മാറ്റി ചുവന്ന പൊട്ട് വയ്ക്കും. പൊതുവെ കേട്ടിട്ടുള്ളതാണ്, ഇങ്ങനെ നമ്മൾ റെഡ് കളറ് ഡ്രസ്സ് സാരിയൊക്കെയാണ് ഉടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് പച്ച പൊട്ടും അതുപോലെ പച്ച കളർ ഉടുപ്പാണെന്നുണ്ടെങ്കിൽ ചുവന്ന പൊട്ടും നന്നായിട്ട് മാച്ചാവും. പിന്നെ ഞാൻ മുടിയൊക്കെ ഒന്ന് കെട്ടി വയ്ക്കുന്നുണ്ട്. സിമ്പിളായിട്ടൊരു ഹെയർ സ്റ്റൈലാണ് ചെയ്യുന്നത്. മുടി അഴിച്ചിട്ടിട്ടുള്ള ഹെയർ സ്റ്റൈലാണ്. ഇതിപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. മുടിയൊന്ന് ചെറുതായിട്ട് ഒരു സെക്ഷൻ എടുത്ത് വച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ രണ്ട് സൈഡിൽ നിന്നും ഇങ്ങനെ ചെയ്യും. പണ്ട് എനിക്ക് ഈ ഹെയർ സ്റ്റൈൽ ചേരത്തേ ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് കുറച്ച് ചേരുന്നതായിട്ട് തോന്നുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. കൊച്ചിലെനിക്ക് ആരോ ടി വിയിലൊക്കെ ചെയ്ത് കണ്ടിട്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കും. അപ്പോൾ എനിക്ക് ഒട്ടും ഭംഗിയായിട്ട് തോന്നിയില്ല. പക്ഷേ ഇപ്പോൾ വളർന്നപ്പോൾ കുറച്ചുകൂടെ ഇഷ്ടമൊക്കെ തോന്നുന്നുണ്ട്. മേ ബി ഞാൻ കോൺഫിഡൻ്റ് ആയതായിരിക്കാം. ആ സമയത്ത് ഞാനൊരു പക്ഷേ ഈ ഹെയർ സ്റ്റൈലിന് കോൺഫിഡൻ്റ് ആയിട്ടുണ്ടാവത്തില്ല. ഓക്കെ, അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ലുക്ക് ഇഷ്ടമായോ? വളരെ സിമ്പിളാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റും. മുടി പിന്നെ ഞാൻ ഒന്നും കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഒത്തിരി വലിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ചപ്പിയിരിക്കും. അപ്പോൾ കുറച്ചൊന്നിങ്ങനെ ഫ്രണ്ടിലോട്ട് പുഷ് ചെയ്ത് വെച്ചാൽ നന്നായിട്ട് നമ്മുടെ ഫേസുമായിട്ട് ഫ്രെയിം ആയിരുന്നോളും. പിന്നെ ഒരു ഭംഗിക്ക് കുറച്ച് മുടിയൊക്കെ ഇങ്ങനെ ഫ്രണ്ടിലെടുത്തിട്ട് കൊടുക്കുന്നുണ്ട്. വളരെ സിമ്പിളായിട്ട് ഇതുപോലെ നമുക്ക് റെഡി ആവാം. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ ടെൻഷനൊക്കെ ആയിട്ട് എന്ത് ചെയ്യുമെന്നറിയാം, അങ്ങനെയൊന്നും വേണ്ട. സിമ്പിളായിട്ട് റെഡി ആയാലും കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഗ്രൂംഡായിട്ട് വെൽ ഡ്രസ്ഡായിട്ട് തന്നെ പോകാൻ പറ്റും. ഫംഗ്ഷനും പാർട്ടിയോ ഒന്നും വരണമെന്നില്ല. നമുക്ക് എല്ലാ ദിവസവും ഗ്രൂംഡായിട്ട് വെൽ ഡ്രസ്ഡായിട്ട് തന്നെ ഇരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഞാനങ്ങനെ ഓവറായിട്ട് ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഇത് നമുക്ക് എവറി ഡേ ലുക്കിന് ചെയ്യാൻ പറ്റുന്ന അടിപൊളി മേക്കപ്പ് ലുക്കാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് സിമ്പിളായിട്ട് കുട്ടികൾക്ക് വരെ ചെയ്യാൻ പറ്റുന്ന രീതിക്കല്ലേ. ഐഷാഡോ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. കളേഴ്സൊന്നും താല്പര്യമില്ലെങ്കിൽ ബാക്കിയെല്ലാം എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതല്ലേ. ലിപ്സ്റ്റിക്കിന് പകരം നിങ്ങൾക്ക് ലിപ് ബാം യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എവറി ഡേ നിങ്ങൾക്ക് ലിപ്സ്റ്റിക്ക് താല്പര്യമില്ലാത്തവർക്കും യൂസ് ചെയ്യാം. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.